തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ വിശദമായ അന്വേഷണത്തിന് DGPയുടെ ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിനോടൊപ്പമാണ് ഇത് സംബന്ധിച്ച ശുപാർശയും നൽകിയിരിക്കുന്നത്. ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇന്ന് പരിശോധിക്കും. റിനു സീത ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു സീത, റിപ്പോർട്ട് മാത്രമല്ല സമർപ്പിച്ചിരിക്കുന്നത്, റിപ്പോർട്ടിന്മേൽ കൂടുതൽ പരിശോധനയ്ക്കുള്ള ഒരു ശുപാർശ കൂടി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ടിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് മറികടക്കാനാണോ ഈ നീക്കം? അരുൺകുമാർ, അല്പസമയം മുമ്പാണ് ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈമാറിയത് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. ഉച്ചയ്ക്കെത്തുന്ന മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കും, പഠിക്കും എന്നുള്ളതാണ്. എന്തായാലും റിപ്പോർട്ട് മാത്രമല്ല DGP കൈമാറിയിരിക്കുന്നത്, ഒരു ശുപാർശ കത്ത് കൂടിയുണ്ട്. അതായത് ഈ റിപ്പോർട്ടിന്മേൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം. തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കണം, കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം കൂടി നടത്തണമെന്നുള്ളൊരു ശുപാർശയാണ് മുഖ്യമന്ത്രിക്ക് DGP നൽകിയിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ടിൽ എന്തെങ്കിലും കാണാതെ DGP അത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ സംസ്ഥാന സർക്കാരിനോട് നടത്തും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ DGP ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ശുപാർശ കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചില ഗൂഢാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നതായി സംശയമുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് കൃത്യമായി അന്വേഷിക്കണമെന്ന് ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാവണം DGP ഇത്തരം ഒരു അന്വേഷണം നിർദ്ദേശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു ശുപാർശ കൂടി നൽകുന്നത്. പൂരം അലങ്കോലമാക്കിയതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാണ് DGP പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഈ ക്രിമിനൽ ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം വിശദമായ അന്വേഷണമല്ലേ? അങ്ങനൊരു ചോദ്യം ഉയരാമല്ലോ. ADGP നടത്തിയ അന്വേഷണത്തെ CPI തള്ളിക്കളയുന്നു, അത് ദുരൂഹമാണെന്ന് തന്നെ പറയുന്നു. പ്രതിപക്ഷം അങ്ങനെ റിപ്പോർട്ട് തങ്ങൾക്ക് കാണേണ്ടതേയില്ല എന്ന് പറയുന്നു. ആരോപണ വിധേയൻ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ പിന്നെ അതിൽ എന്തുണ്ടാവുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സംശയങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഒരു തുടരന്വേഷണത്തിന് സ്കോപ്പ് ഇട്ടുകൊണ്ട് ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം മറ്റേതെങ്കിലും ഏജൻസികൾ അന്വേഷിക്കത്തക്ക രീതിയിലേക്കൊരു അന്വേഷണത്തിന്റെ വാതിൽ തുറന്നിടുകയാണോ ഈ ശുപാർശയിലൂടെ DGP ചെയ്യുന്നത്? അന്വേഷണ റിപ്പോർട്ടിനോടൊപ്പം വെച്ചിരിക്കുന്ന ശുപാർശയിൽ തീർച്ചയായും അരുൺകുമാർ, നമുക്കെല്ലാം അറിയാവുന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ പൂരം അലങ്കോലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടന്നത് മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ വർത്തമാനമാകുന്നു, വാർത്തയായി മാറുന്നു. ADGPക്ക് ഈ റിപ്പോർട്ട് നൽകാതിരിക്കാനുള്ള ഒരു വഴിയും കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട്, നമുക്കറിയാം ഇത്തരത്തിൽ വിവരാവകാശമൊക്കെ തെറ്റി പുറത്തു വന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ വരുമ്പോഴും ഈ റിപ്പോർട്ട് ADGPയുടെ ഓഫീസിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാസങ്ങൾക്ക് മുമ്പാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയത്. ഈ റിപ്പോർട്ട് പൂർത്തീകരിച്ചത് ഏകദേശം 600 പേജുള്ള റിപ്പോർട്ടാണ്. ഒറ്റ ദിവസം കൊണ്ട് ഈ 600 പേജുള്ള റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കുമെന്നുള്ളതിൽ യാതൊരു വലിയ സംശയം ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഈ 4 ദിവസം കൂടി നൽകുന്ന ഒരു സാഹചര്യം, 24-ാം തീയതി വരെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വന്ന് പറയുന്നൊരു സാഹചര്യം. അതിനിടയിൽ പെട്ടെന്ന് അന്വേഷണം നടത്തി എന്തായാലും ADGPക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരത്തിലൊരു അന്വേഷണം നടന്നത് നമുക്ക് കൃത്യമാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് കൃത്യവും വ്യക്തവുമായിട്ടുള്ളൊരു കാര്യം. ഇത് വലിയ രീതിയിൽ ആക്ഷേപമായി ഉയർന്നൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 5 മാസത്തോളം ഈ ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അത്തരമൊരു അന്വേഷണം 5 മാസത്തോളം നീണ്ടു നിന്നില്ല എന്ന് വ്യക്തമായി തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ പൂരം അലങ്കോലമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ വലിയ രീതിയിൽ ADGPയുടെ ഭാഗത്ത് നിന്ന് ഒരു മൊഴിയെടുക്കലും അന്വേഷണവും ഒക്കെ തന്നെ നടന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഈ 5 മാസം കൊണ്ട് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണോ DGP ഇത്തരം ഒരു ശുപാർശ നടത്തുന്നത് എന്നുള്ളതിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് റിപ്പോർട്ട് മാത്രമല്ല, റിപ്പോർട്ടിനോടൊപ്പം കൂടുതൽ അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ടാവും. ആ 5 മാസമെടുത്ത് ADGP ഒപ്പം നടത്തിയ അന്വേഷണം വിശദമായ അന്വേഷണമല്ലേ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവും. അതിൽ DGPക്ക് അതൃപ്തി ഉള്ളത് കൊണ്ടുകൂടി ആകണമല്ലോ ആ റിപ്പോർട്ടിന്മേൽ കൂടുതൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ
ഒരു കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ശുപാർശ തന്നെ നിലവിൽ ADGP നടത്തിയിരിക്കുന്ന റിപ്പോർട്ടിനെ തള്ളിക്കളയുന്നതാണോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. വരുന്ന മണിക്കൂറുകളിൽ നമുക്കതിൻ്റെ വ്യക്തത വേണം, അതിനോടുള്ള പ്രതികരണങ്ങൾ വേണം. ഇതിൽ CPIയുടെ നിലപാട് നമുക്കറിയണം, കോൺഗ്രസിൻ്റെയും കെ മുരളീധരൻ്റെയും നിലപാട് നമുക്ക് ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. നിലവിൽ ADGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന് പുറമെ വിശദമായ അന്വേഷണം വേണമെന്നുള്ളൊരു ശുപാർശ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് DGP എത്തിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മാസമെടുത്ത് 600ഓളം പേജുകളിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് വിശദമായൊരു അന്വേഷണമല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാവും.